മുഹമ്മദ് മുസ്തഫ. ഹബീബിനോളം അല്ലാഹു ബഹുമാനിച്ച ഒരാളുമില്ല. ഹബീബിന് കൊടുത്ത സ്ഥാനം അല്ലാഹു ലോകത്തൊരാൾക്കും നൽകിയിട്ടുമില്ല. ലോകത്ത് അല്ലാഹു എത്രയെത്ര നബിമാരെ പഠിച്ചിട്ടുണ്ട്. 1.25 ലക്ഷം നബിമാര്, 1,24,000 നബിമാര് ലോകത്തെ സത്യപ്രബോധനവുമായി വന്നിട്ടും ഒരു നബിയുടെ മേലും പുകഴ്ത്തി പറയൽ ഇബാദത്തായി നിശ്ചയിച്ചിട്ടേ ഇല്ല. ഒരു നബിയെ പുകഴ്ത്തി പറയൽ ഇബാദത്താണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. ആദൻ നബിയെ പുകഴ്ത്തി പറയലോ നല്ല കാര്യമാണെങ്കിലും ആ കാര്യം ഒരു ഇബാദത്തായി ഖുർആൻ വേറിട്ട് പരിഗണിച്ചിട്ടില്ല. ആദമിന്റെ പേര് പറഞ്ഞു കേട്ടാൽ സലാത്തും സലാമും പറയണം. ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞ് കേട്ടാൽ സലാത്തും സലാമും ചെല്ലണം. മൂസാ നബിയുടെ പേര് പറഞ്ഞ് കേട്ടാൽ സലാത്തും സലാമും ചെല്ലണം. അവരെ പേര് പറഞ്ഞ് കേട്ടാൽ സലാത്തും സലാമും ചെല്ലണം. മുഹമ്മദ് നബിയുടെ പേര് ഉണ്ടാക്കി പറഞ്ഞ് സലാത്തും സലാമും ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരും. ആദം നബിയുടെ പേര് കേട്ട സലാത്തും സലാമും ചെല്ലണം. ഇബ്രാഹിം നബിയുടെ പേര് കേട്ട സലാത്തും സലാമും ചെല്ലണം. മൂസാ നബിയുടെ പേര് കേട്ടാൽ സലാത്തും സലാമും ചെല്ലണം. മുഹമ്മദ് നബിയുടെ പേര് ഉണ്ടാക്കി പറഞ്ഞിട്ട് സലാത്തും സലാം ചെല്ലണം. ഒരു സംഭവത്തിൽ ആദമിന്റെ പേര് കേട്ട സലാത്തും സലാം ചെല്ലണം. ഇബ്രാഹിം നബിയുടെ പേര് കേട്ട സലാത്തും സലാം ചെല്ലണം. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കണ്ടയില്ല, ഉണ്ടാക്കണം. അതാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. പുണ്യ നബിയുടെ മേൽ അല്ലാഹു മലക്കുകളും സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഈ സ്വലാത്ത്? അല്ലാഹു സ്വലാത്ത് പറയുന്നു. എന്താ അല്ലാഹുവിന്റെ സ്വലാത്ത്? ഈ ആയത്തിന്റെ വ്യാഖ്യാനം സ്വഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിക്കും. ഈ ആയത്തിൽ കാണാം അല്ലാഹുവിന്റെ സ്വലാത്ത് എന്നാൽ സനാഉഹു തആല, അല്ലാഹു മുത്തുനബിയെ പ്രശംസിച്ചു പറയുകയാണ്. പുണ്യ നബിയെ പ്രശംസിച്ചു പറയുക. അല്ലാഹു എന്റെ മുഹമ്മദ് നബി, എന്റെ മുഹമ്മദ് ഇങ്ങനെയാ, എന്റെ അടിമ മുഹമ്മദ് ഇങ്ങനെയാ എന്നിങ്ങനെ പ്രശംസിച്ചു പറയാ. അള്ളാന്റെ സ്വലാത്ത് എന്നാൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബുഖാരിയിലുണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പുകഴ്ത്തി പറയുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ നബിയുടെ മേൽ സ്വലാത്ത് എന്ന നബിയെ പുകഴ്ത്തി പറയുക. അള്ളാഹിന്റെ സ്വലാത്ത് അള്ളാഹ് പുകഴ്ത്തി പറയുക, നബിയെ പുകഴ്ത്തി പറയുക. മുഅ്മിനീങ്ങളെ നിങ്ങൾ നബിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. രണ്ട് കാര്യം സ്വലാത്താവും. കുല്ലു കലിമത്തിൻ തുംബിഉ സനാൻ ഔ ദുആൻ അലാ റസൂലില്ലാഹ്. പുണ്യ നബിയെ പ്രശംസിക്കുകയോ പുണ്യ നബിയുടെ മേൽ ദുആ ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ വാക്കും സ്വലാത്താണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി വജുഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ يأتي الناس في الحجج صلي رب سيد الكونين والسروج. മുത്തുനബിയെ വെറുതെ ഉണ്ടാക്കി പറയാം, എന്നിട്ട് പ്രശംസിക്കാം. പുണ്യ മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ നബിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് പറയണം. സ്വലാത്ത് എന്നാൽ പ്രശംസിക്കന്നെ. ആരാണ് ആദ്യം പ്രശംസിക്കുക? പ്രശംസിക്കൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. നബിയുടെ മേൽ 1000 സ്വലാത്ത് ഒരു ദിവസം ഒരാൾ ചൊല്ലിയാല്, അത് പതിവാക്കിയാല് ഹറമല്ലാഹു അലൈഹിന്നാർ. 1000 സ്വലാത്ത് എല്ലാ ദിവസവും ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് നരകം ഹറാമാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബിയെ പ്രശംസിക്കണമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. പേര് തന്നെ മുഹമ്മദ് അല്ലേ. എന്താ മുഹമ്മദ് എന്നാൽ അർത്ഥം? മുഹമ്മദ് പ്രശംസിക്കപ്പെടേണ്ട വ്യക്തി. അല്ലാഹു പുണ്യ നബിക്ക് കൊടുത്ത പേരെന്താ? മുഹമ്മദ്.
മുഹമ്മദ്. എന്താ അതിന്റെ അർത്ഥം? ഹമ്മദ യുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. എന്താ അർത്ഥം? മുഹമ്മദ്. നബിയെ പ്രശംസിക്കണം എന്ന് പറയേണ്ടത് ആ ചോദ്യം തന്നെയല്ല. എന്താ പേര്? മുഹമ്മദ്. എന്താ മുഹമ്മദിന്റെ അർത്ഥം? പ്രശംസിക്കപ്പെടേണ്ട വ്യക്തി. അപ്പേരിൽ അത് ആരോ ഇട്ട പേരല്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്കും ആമിന ബീവിക്കും അവരാ പേരിട്ടത്. ഈ പേരിൽ അള്ളാഹു അവന്റെ അസലിയായ കലാമിൽ സൂറത്ത് കൊടുത്തിട്ടുണ്ട്, സൂറത്ത് മുഹമ്മദ്. പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായത്തിന്റെ പേരാണ് മുഹമ്മദ്. എന്താ അർത്ഥം? മുഹമ്മദ്, പ്രശംസിക്കപ്പെടേണ്ട ആൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥം തന്നെ അങ്ങനെ. അപ്പൊ പ്രശംസ ഏറൂല. എത്ര പ്രശംസിച്ചാലും അള്ളാഹു കൊടുത്ത പേരല്ലേ. പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പേരല്ലേ. പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പേരല്ലേ. ഒന്ന് റഹ്മത്ത്, അത് അള്ളാഹു ആദ്യം തന്നെ ലൗഹിൽ എഴുതി. അത് എല്ലാ സൂറത്തിന്റെയും ആദ്യത്തിലാക്കുകയും ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട പേര് അറിയിച്ചു കൊടുത്തത് മുഹമ്മദാണ്. ആ പേരിൽ ഒരു സൂറത്തുമുണ്ട്, സൂറത്ത് മുഹമ്മദ്. അർത്ഥം മുഹമ്മദ്, പ്രശംസിക്കപ്പെടേണ്ട ആ. അപ്പോൾ പ്രശംസിക്കന്നെ വേണം. അതിനു വേണ്ടിയായിരുന്നു 200ഓളം പുണ്യനബിയുടെ പ്രശംസ പാടാൻ വേണ്ടി മദീനയിൽ 200ഓളം സ്വഹാബികൾ ഉണ്ടായിരുന്നു. എന്താ പണി? നബിയെ പ്രശംസിക്കാം. 200ഓളം സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവരുടെ നേതാവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പണിയെന്താ? നബിയെ പ്രശംസിക്കുക. കാന യലഉ മിംബറൻ, തുർമിദിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. എടുത്തു നോക്ക്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം. സിഫത്തു റസൂലില്ലാഹ്, വറക്കപ്പറ സിഫത്തു റസൂലില്ലാഹ്. നബിയുടെ പ്രശംസ പറയുന്ന അധ്യായത്തിൽ കാണാം. കാന യലഉ മിംബറൻ ലിഹസ്സാന യുഫാഖിറു വയുനാശിറു അൻ മദ്ഹി റസൂലില്ലാഹ്. മദീന പള്ളിയിൽ ഒരു വേറിട്ട ഒരു മിമ്പർ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഖുതുബ ഓതുന്നതിന് പുറമെ മദീന പള്ളിയിൽ നബിയുടെ കാലത്ത് തന്നെ വേറിട്ട ഒരു മിമ്പർ ഉണ്ടായിരുന്നു. എന്തിനാണ് ആ മിമ്പർ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മദീന പള്ളിയിൽ വേറിട്ട ഒരു മിമ്പർ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ മിമ്പർ? യുനാശിദു, പാട്ട് പാടാൻ. എന്ത് പാട്ട്? യുഫാഖിറു, പ്രൗഢി പറഞ്ഞുകൊണ്ട്. അൻ റസൂലില്ലാഹ്, അൻ റസൂലില്ലാഹ്. മദീന പള്ളിയിൽ വേറിട്ടൊരു മിമ്പർ, വെള്ളിയാഴ്ച കുത്തുപോകുന്ന മിമ്പറിന്റെ പുറമെ ഒരു മിമ്പർ ഉണ്ടായിരുന്നു മദീന പള്ളിയിൽ. ആരുടെ കാലത്ത്? മുത്തനബിയുടെ കാലത്ത്. അപ്പോൾ മദീന പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു പാട്ട്. ആരെ പറ്റിയുള്ള പാട്ട്? പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റബീഉൽ അവ്വലും റബീഉൽ ആഖിറും മാത്രമല്ല, എല്ലാ സമയത്തും റസൂലുള്ളാഹിനെ പറ്റി പള്ളി പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാടുക, പാടുക. പാട്ടിന് വേണ്ടി ഒരു മിമ്പർ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന മിമ്പറിന് പുറമെ എവിടെ ഉണ്ട് ഈ ഹദീസ്? തുർമദി എടുത്തു നോക്ക്, സിഫത്ത് റസൂലില്ലയിലുണ്ട്. മുസ്ലിം എടുത്തു നോക്ക്, സിഫത്ത് റസൂലില്ലയിലുണ്ട്. ഫതുഹുൽ ബാരി എടുത്തു നോക്ക്, അവിടെയൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിഫത്ത് റസൂലില്ല, റസൂലുള്ളാഹിയുടെ പ്രശംസ, റസൂലുള്ളാഹിയുടെ വർണ്ണന എന്ന് പറഞ്ഞോടത്തെല്ലാം ഉണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളെ മസ്ജിദുൻ നബവിയിൽ ഒരു മിമ്പർ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച മിമ്പറിന്റെ പുറമെ വേറെ ഒരു മിമ്പർ ഉണ്ടായിരുന്നു. കാനൻ നബിയു മിമ്പറ. ആ മിമ്പർ സ്ഥാപിച്ചത് ആര് തന്നെയായിരുന്നു? റസൂൽ തന്നെയാണ്. പറഞ്ഞരുത്, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മിമ്പർ സ്ഥാപിച്ചത് ആരെന്നെ? റസൂൽ തന്നെ. ആ മിമ്പറിനെ സ്ഥാപിച്ചത് ആരെന്നെ? റസൂൽ തന്നെ. എന്തിനാ മിമ്പർ? യുനാഷിദു വയുഫാഖിറു, പാട്ടുപാടാൻ, വർണ്ണിച്ചു പാടാൻ. ആരെ പറ്റി? മുത്തനബിയെ പറ്റി, പുണ്യ മുഹമ്മദ് മുസ്തഫ. വജ്മല മിൻക ലം തറാ ഖത്തു ഐനി വഹ്സന മിൻക ലം തലി നിസാഉ. നേതാവിനെ ബഹുമാനിച്ചവരെ അനുയായി ആവുകയുള്ളൂ, നേതാവിനെ പറഞ്ഞവരെ നേതാവിന്റെ അനുയായി ആവുകയുള്ളൂ. ഉറപ്പല്ലേ? ഒരു നേതാവിനെ കൂടുതൽ പറയുന്നവൻ ആ നേതാവിന്റെ വിശ്വസ്തനായ അനുയായിയായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറയണല്ലോ, പറഞ്ഞാലല്ലേ പറയണല്ലോ. പറയുന്നതിനനുസരിച്ച് സ്നേഹം കൂടും, താല്പര്യം കൂടും.
വളരെ അങ്ങനെ പറയല്ലേ ചെയ്യ പറഞ്ഞാൽ ആ വിശ്വാസം കൂടാ. പറയണല്ലോ മുഅ്മിനീങ്ങൾക്ക് നബിയെ കേട്ട വിശ്വാസം കൂടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതേത് കാര്യം അങ്ങനെയല്ലേ. ഖൽബ് എങ്ങോട്ടാ ചായേണ്ടത്? പുണ്യ റസൂലിലേക്ക്. ആരാ പുണ്യ റസൂൽ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി ولم يدانه في علم ولا كرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم